LDF-ന്റെയും UDF-ന്റെയും ക്യാമ്പുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, തികഞ്ഞ ആവേശത്തിലാണ്. മഴ പെയ്തു എന്ന് തന്നെയാണ്. അത്യാവശ്യം ചെറിയൊരു മഴ അവിടെ പെയ്തു. നിലമ്പൂർ സാധാരണ കാണുന്ന പോലുള്ള വലിയ മഴ ആയിരുന്നില്ല. നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപക്ഷെ ഇത്രത്തോളം ആവേശമുള്ളൊരു ബൈ ഇലക്ഷൻ ഇതാദ്യമായിട്ടാവണം. മുഖ്യമന്ത്രിയും LDF മന്ത്രിസഭയിലെ ഒട്ടുമിക്ക എല്ലാ മന്ത്രിമാരും, പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെയും UDF-ന്റെയും തോബ്രാസിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾ, എല്ലാ MLA-മാർ, MP-മാർ, യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും DYFI-യുടെയും SFI-യുടെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ തമ്പടിച്ച് നടത്തിയ വലിയ പ്രചരണക്കാലാണ്. 21 ദിവസം ഇത്രയധികം നേതാക്കൾ. നിലമ്പൂരുകാർ പോയിരുന്ന ദിവസം പുറത്തേക്കിറങ്ങുമ്പോൾ കാണുന്നത് മന്ത്രിമാരെയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ ഒരു മിൽമ ബൂത്തുണ്ട്. ആ മിൽമ ബൂത്തിലെല്ലാം ചായ കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ യൂണിയൻ ഹോട്ടലുണ്ട്. ഹോട്ടലിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ കാണുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഭക്ഷണം കഴിക്കുന്നതും ചായ കുടിക്കുന്നതും കണ്ട 21 ആളുകളാണ് നിലമ്പൂരിൽ കണ്ടത്. അതിനുശേഷം അങ്ങനെ പൊളിറ്റിക്കലി ചാർജ്ഡായ 21 ദിവസങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിച്ഛേദം, അല്ലെങ്കിൽ കേരളം അങ്ങോട്ടേക്ക് കേന്ദ്രീകരിച്ച ഈ പറയുന്ന 21 ദിവസങ്ങൾക്ക് ശേഷം ഇനി ഒറ്റ മണിക്കൂർ 4:59 ആവുന്നു, 20 സെക്കൻഡ്, 20 സെക്കൻഡ്, അങ്ങനെ 5 മണിയായി കഴിഞ്ഞാൽ ഒറ്റ മണിക്കൂർ മാത്രം ബാക്കി. ദീപക് ധർമ്മടം ഒരേ ഒരു മണിക്കൂർ, പരസ്യ പ്രചാരണത്തിന്റെ ഒരേ ഒരു മണിക്കൂറിലേക്ക് അവസാന ലാപ്പിലേക്ക് കടക്കുന്നു നിലമ്പൂർ. ദീപക്. ഹാഷ്മി, അത് തന്നെയാണ് കേരളം നിലമ്പൂരിലേക്ക്, രാഷ്ട്രീയ കേരളം നിലമ്പൂരിലേക്ക് ചുരുങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ആവേശം, അതായത് നിലമ്പൂർ ചാലിയാറിൻ്റെ പരപ്പ്, തേക്കിൻ്റെ കാതൽ, അത് തന്നെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഏതാണ്ട് സ്ഥാനാർത്ഥി ഈ കൈകൾ പിടിച്ച് തളർന്നു എന്നുള്ളതാണ് തോന്നുന്നത്. ഏതാണ്ട് 2 മണിക്കൂറായി സ്വരാജ് ഇങ്ങനെ ആൾക്കാരെ കൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതെ അതെ, പക്ഷേ ആകാശത്തോളം ഉയരുന്ന ഈ ആവേശം നമ്മളിൽ വല്ലാത്തൊരു ഊർജം നിറയ്ക്കുന്നുണ്ട്. ഈ നാടാകെ ഇടതുപക്ഷത്തിന് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുന്നതിൻ്റെ സമഗ്രമായൊരു സാക്ഷ്യപത്രമാണ് ഇവിടെ കാണുന്നത്. ഒരു മനുഷ്യ മഹാസഞ്ചയം കടലായി ഇരമ്പുകയാണ്. ഈ ആവേശം ആകാശത്തോളം എത്തുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ചരിത്ര വിജയം, തിളക്കമാർന്ന വിജയം ഈ നാട് ഇടതുപക്ഷത്തിന് സമ്മാനിക്കും എന്നതിൻ്റെ സൂചനയാണ്, സാക്ഷ്യപത്രമാണ്. ദീപക്, എന്തായാലും എം സ്വരാജ് നേരത്തെ അദ്ദേഹത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വിശദീകരിച്ചതാണ്. എന്താണ് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ സമീപനം നിലമ്പൂരിലേതെന്ന് അദ്ദേഹം 1-2 തവണ നേരത്തെ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇപ്പോൾ UDF-ന്റെ ആ റോഡ് ഷോ ഈ മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ആ നിലമ്പൂരിലേക്ക്, ആ ചെറിയ നഗരത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് അത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അവിടെ എത്തിയതെന്ന് തോന്നുന്നു. ആ റോഡ് ഷോയ്ക്കൊപ്പം ആ നിലമ്പൂരിലെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ പ്രവർത്തകരുടെ ഒരു വലിയ സഞ്ചയം തന്നെയുണ്ട്. ആ പ്രവർത്തകരെ കൊണ്ട് അവിടെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഈ 2 പാർട്ടികളും, കോൺഗ്രസിനും ലീഗിനും തുല്യാർത്ഥത്തിൽ വലിയ സംഘടനാ സംവിധാനങ്ങളുള്ള ഒരു മണ്ഡലം ആണ് ഈ പറയുന്ന നിലമ്പൂർ. അത് ആ നിലയ്ക്ക് 2 പാർട്ടികളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം അവരുടെ രാഷ്ട്രീയ സ്വാധീനം നിലനിർത്തുന്ന, പരമ്പരാഗതമായി 2 പാർട്ടികൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് അവരുടെ പരമാവധി പ്രവർത്തകരെ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് അണിനിരത്തുക എന്നത് കോൺഗ്രസിനെയും ലീഗിനെയും സംബന്ധിച്ച് പ്രായോഗികമായി ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് ആ സംഘടനാ കരുത്ത് അവരുടെ റോഡ് ഷോയിൽ കണ്ടു. നമ്മൾ നേരത്തെ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്ത ആ പരിപാടിയിലും ആ സംഘടനാപരമായി കോൺഗ്രസിന്റെ കരുത്ത് നമ്മൾ കണ്ടതാണ്.